അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന കുറച്ച് തെറ്റുകളെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം നമ്മൾ അടുക്കളയിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളും അതിൻ്റെ ദോഷഫലങ്ങളെയും കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാത്റൂമിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന, നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ തെറ്റുകൾ കാരണം നമ്മുടെ ജീവിതത്തിൽ, അത് ഈ ദുന്യാവിലെ ജീവിതത്തിലായിക്കോട്ടെ ആഖിറത്തിലെ ജീവിതത്തിലായിക്കോട്ടെ, ഇരു ലോകത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം. അതായത് രണ്ട് ഭാഗത്തേക്കും ദോഷങ്ങൾ മാത്രമുള്ള ഈ തെറ്റുകൾ നമ്മളെല്ലാവരും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പേർക്ക്, ഭൂരിഭാഗം പേർക്കും ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കുടുംബക്കാരിലേക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കാരണം മറ്റുള്ളവരിൽ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അവർ ഒഴിവായിക്കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം വളരെയേറെ വലുതാണ്. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു അമൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്നവർക്കും ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ? അപ്പോൾ നമ്മൾ ഈ ഒരു അറിവ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകൾക്ക് കൂടി ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ വീട്ടിലുള്ള ആർക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം വിഷമം നമ്മളെല്ലാവരും സഹിക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കാതെ എല്ലാവർക്കും ഈ കാര്യം പറഞ്ഞു കൊടുക്കുക, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും. അപ്പോഴേ അത് ഉപകാരത്തിൽ പെടുള്ളൂ. അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത്, നമുക്കറിയാലേ, നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടതുകാല് വെച്ചാണ് കയറേണ്ടത്. നമ്മൾ കക്കൂസിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടതുകാല് വെച്ചാണ് പ്രവേശിക്കേണ്ടത്. പക്ഷേ നമ്മൾ വലതുകാല് വെച്ച് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം നമ്മളെ നിന്നും വിട്ടുപോകൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാല് വെച്ച് പ്രവേശിക്കുക. വലതുകാല് വെച്ച് പ്രവേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ഇനി ചില ആളുകൾക്ക് അറിവുണ്ടാവില്ല, പഠിച്ചോനെ ഞാൻ ഇടതുകാലാണ് വെച്ച് പ്രവേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ എന്ന് വിചാരിക്കുകയാണെങ്കിൽ സാരമില്ല, ഇത്രയും കാലത്ത് പോട്ടെ, പുതിയൊരു സ്റ്റാർട്ട് ചെയ്യുക. ഇനി മുതൽ നമ്മൾ എപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങിയാലും നമ്മൾ ഇടതുകാല് വെച്ച് തന്നെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നും നമുക്കൊരു മുക്തി ലഭിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടതുകാലം വെച്ചാണ് പ്രവേശിക്കേണ്ടതെന്നുള്ളത്. അതിന് കൂടെ തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുണ്ട് കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള മുത്തുനബിയുടെ സുന്നത്തായിട്ടുള്ള ദിക്റുണ്ട്. അപ്പോൾ ആ ഒരു ദിക്റ് പെട്ടെന്ന് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാത്റൂമിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഈ ദിക്റ് ചൊല്ലാനും ഇടതുകാലം വെച്ച് പ്രവേശിക്കാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഉമ്മ ഒരു പേപ്പറിൽ എഴുതിയുള്ള ഒരു ഒരു പ്രിൻ്റ് ഇതിൽ വെട്ടിയെടുത്തിട്ട് ഉമ്മ ബാത്റൂമിൻ്റെ വശത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി അത് കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും ഇന്നത് ചൊല്ലണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് ആ ഒരു ചൊല്ലാനുള്ളൊരു ഇത് വന്നിട്ട് നമ്മൾ ഡെയിലി നമുക്കത് നമ്മുടെ ഒരു ശീലമായി പോകും. അങ്ങനെ ശീലമാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു പറയുന്ന ഈ ഒരു ദിക്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ബാത്റൂമിൻ്റെ ആ ഒരു വശത്ത് ഒട്ടിച്ച് വെക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കാണാതെ പഠിക്കാം. നിങ്ങൾ അങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെല്ലാവരും അങ്ങനെ ചെയ്യാൻ കാരണമാവും. കാരണം എല്ലാവരും ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളായാലും വലിയവരായാലൊക്കെ അത് ചെയ്യാൻ കാരണമാവും. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആ ദിക്റ് ഇതാണ്: ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ചൊല്ലൽ സുന്നത്തായിട്ടുള്ള വളരെ മഹത്തമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെ ഇത് ചൊല്ലിയിട്ട് ബാത്റൂമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഗ്നതകൾ ജിന്നുകളുടെ കണ്ണുകളാൽ മറക്കപ്പെടുമെന്നാണ് പറയുന്നത്. പിശാചിന് നമ്മുടെ നഗ്നതകൾ കാണാൻ വേണ്ടി പറ്റൂല. അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലുക, പതിവാക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ടോയ്ലറ്റിൽ വെച്ചിട്ട് മിസ്വാക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മിസ്വാക്ക് ചെയ്യാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പല്ല് തേക്കാതിരിക്കുക. നമ്മൾ ബാത്റൂമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വെച്ചിട്ട് പല്ല് തേക്കുന്ന സമയത്ത് നമുക്കത് ഭാവിയിൽ നമുക്ക് മറവി രോഗം വരാനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാനും അതൊരു വലിയ കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് പല്ല് തേക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. പുറത്തുനിന്ന് തന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകളാണ്. നമ്മൾ കുട്ടികളെ ആയാലും അവിടുന്ന് പല്ല് തേപ്പിക്കരുത്, പുറത്തുനിന്ന് തന്നെ പല്ല് തേച്ച് ശീലിപ്പിക്കുക. ഇതൊന്നും അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കുറ്റബോധം തോന്നിയിട്ടൊന്നും കാര്യമില്ല, നമ്മളൊക്കെ മാറ്റിയെടുത്തേ പറ്റൂ. അപ്പോൾ എന്തായാലും ഇനി മൂന്നാമത്തെ തെറ്റെന്ന് പറയണത്, കക്കൂസിലേക്ക് നമ്മൾ തുപ്പാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പലരും കക്കൂസിലേക്ക് തുപ്പാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖവും, നമുക്ക്
എപ്പോഴും ദുഃഖം, കാരണമില്ലാതെ ദുഃഖം, അതുപോലെ തന്നെ മനസ്സിന് എപ്പോഴും സങ്കടം, മനോവേദനയും, അതുപോലെ തന്നെ വസ്വാസിന് അത് വലിയൊരു കാരണമായി തീരും. നമ്മൾ ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് തുപ്പി കഴിഞ്ഞാൽ വസ്വാസ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകൂല എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് കാര്യത്തിനും വസ്വാസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ പല്ലിൽ മഞ്ഞനിറം ഉണ്ടാവുന്നുള്ളതാണ്. പല്ല് മഞ്ഞ കളറായിക്കൊണ്ടേയിരിക്കും. അത് എത്ര ഡോക്ടറെ കാണിച്ചിട്ടും എത്ര പല്ല് തേച്ചിട്ടൊന്നും കാര്യമില്ല. അത് നമ്മുടെ ഒരു ഇതുപോലെ അങ്ങനെ ഇരിക്കും, അത് അച്ചടിച്ച പോലെ അങ്ങനെ ഇരിക്കും. അതാണ് നമ്മൾ ഈ ഒരു കക്കൂസിലേക്ക് തുപ്പിയാലുള്ള പ്രശ്നങ്ങൾ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പൂർണ്ണ നഗ്നനായിട്ട് കുളിക്കുകയോ അതുപോലെ തന്നെ മൂത്രമൊഴിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, പൂർണ്ണ നഗ്നനായിട്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമാന്യം ഉണ്ടാകും. അതായത് നമ്മുടെ ബുദ്ധി തകരാറിലായിക്കൊണ്ടേയിരിക്കും. മെല്ലെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകുന്നല്ല, മെല്ലെ 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 ബുദ്ധി തകരാറിലായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറവി രോഗം ഉണ്ടാകും. നമുക്ക് ഓർമ്മശക്തി നമ്മുടെ തകരാറിലാകും. നമ്മൾ ഇപ്പം എന്തൊരു കാര്യം, നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യം പോലും ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമുക്കത് വിട്ടു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് രണ്ടും അതിൻ്റെ ദോഷഫലങ്ങളാണ്. അപ്പോൾ ബാത്റൂമിൽ നിന്ന് നഗ്നനായി കുളിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. ഇനി അടുത്തത്, നമ്മൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ, അടുത്തതെന്നല്ല, നമ്മൾ പൂർണ്ണ നഗ്നനായിട്ട് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ടെൻഷനും ദുഃഖവും നമ്മളിൽ നിന്നും വിട്ടുപോകില്ല. ഏത് സമയവും ടെൻഷനും അതുപോലെ തന്നെ ദുഃഖമായിരിക്കും, കാരണമില്ലാത്ത ടെൻഷനും ദുഃഖവും. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് പൂർണ്ണ നഗ്നനായിട്ട് കുളിക്കുകയോ മൂത്രമൊഴിക്കുകയോ ആരും ചെയ്യരുത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. ബാത്റൂമിൽ വെച്ചിട്ട് വുളൂ ചെയ്യാൻ പാടുണ്ടോ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ബാത്റൂമിൽ വെച്ചിട്ട് നമ്മൾ വുളൂ ചെയ്യാൻ പാടില്ല. വുളൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് കറാഹത്താണ്. നമുക്ക് 1-2 തവണയും എപ്പോഴെങ്കിലും ഇടയ്ക്ക് നമുക്ക് വയ്യാത്ത, നമുക്ക് പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ സ്ഥിരമായി ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മളങ്ങനെ ബാത്റൂമിൽ നിന്നും സ്ഥിരമായിട്ട് വുളൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം നമുക്ക് ഉണ്ടാകും. നമുക്ക് ദാരിദ്ര്യം നമ്മളെ കൊണ്ടുപോകും. ദാരിദ്ര്യം നമ്മളെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് വുളൂ ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ബാത്റൂമിലുള്ള അനാവശ്യ സംസാരങ്ങളും അതുപോലെ തന്നെ പാട്ടുപാടലൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ ബാത്റൂമിൽ നിന്ന് അനാവശ്യ സംസാരവും പാട്ടുപാടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുകയാണ്. നമ്മൾ തന്നെ ദാരിദ്ര്യം എന്നത് കൈ കാട്ടി മാടി വിളിക്കുന്നതിന് തുല്യമാണ് അത്. അതുകൊണ്ട് തന്നെ ബാത്റൂമിലുള്ള അനാവശ്യ സംസാരങ്ങളും അതുപോലെ തന്നെ പാട്ടുപാടലുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും, മുതിർന്നവരോടും പ്രത്യേകിച്ച് കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ബാത്റൂമിൽ വെച്ച് മൂക്ക് ക്ലീൻ ചെയ്യരുത് എന്നുള്ളതാണ്. ബാത്റൂമിൽ വെച്ച് മൂക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ തൊട്ട് മനോവേദനയും ടെൻഷനും മാറിക്കിട്ടൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂക്ക് ബാത്റൂമിൽ വെച്ച് ക്ലീൻ ചെയ്യാതെ ശ്രമിക്കുക. അടുത്തത്, ബാത്റൂമിൽ അധിക നേരം ചിലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ടോയ്ലറ്റിൽ അധിക നേരം ചിലവഴിക്കുന്നത് കൊണ്ട് നമുക്ക് ബാസൂർ, അതുപോലെ തന്നെ മൂലക്കുരു, പിന്നെ പൈശാചികമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ബാത്റൂമിലുള്ള അധിക നേരം ചിലവഴിക്കൽ ഒഴിവാക്കുക. അടുത്ത ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചില ആളുകളെങ്കിലും ബാത്റൂമിൻ്റെ വാതിൽ അനാവശ്യമായിട്ട് തുറന്നിടുകയുണ്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ എല്ലാ സമയത്തും അടച്ചിടണം. ബാത്റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ള രോഗങ്ങളും മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മൾ ബാത്റൂമിൽ ചെയ്ത് കൂട്ടുന്ന ഇത്തരം തെറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട്, ഇതിൻ്റെ എല്ലാം ഇത്രയും കാലം നമ്മൾ അറിയാതെ ചെയ്തു പോട്ടെ, ഇനി മുതൽ അത് മനസ്സിലാക്കി, നമ്മൾ ഇന്ന് മനസ്സിലാക്കി ഇനി ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. അതിലും വലിയ പ്രശ്നമാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്നതിലും അറിഞ്ഞു ചെയ്യുന്നതിലും വലിയ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരിക്കൽ പോലും, ഇത് നിങ്ങൾ അറിഞ്ഞ ഈ ഒരു നിമിഷം മുതൽ ഒരിക്കലും ഈ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.